ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. കളങ്കാവിൽ തന്നെ രാജാവ് എന്ന് പറയാം. കാരണം സിനിമയുടെ ആദ്യ 2 ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ റെക്കോർഡ് കളക്ഷനായിരുന്നു ഈ ഒരു കുഞ്ഞൻ സിനിമയ്ക്ക് വന്നത്. ഈ ഒരു ക്രിസ്മസ് സീസണിൽ വരുന്ന ബബ്ബബ്ബ എന്ന ചിത്രം ഒരു വമ്പൻ ചിത്രമായി വരുമ്പോൾ സിനിമയുടെ കളക്ഷൻ ഡീറ്റെയിലുമായി നമുക്കൊന്ന് നോക്കാം, താരതമ്യം ചെയ്ത് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇവിടെ കളങ്കാവൽ എന്ന ചിത്രത്തിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. ഈ ഒരു സിനിമ വന്നത് വളരെ ലോ ബഡ്ജറ്റായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക താരങ്ങളൊന്നുമില്ല മമ്മൂട്ടി അല്ലാതെ. മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിക്കുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ ബഡ്ജറ്റായി പുറത്തു വന്നത് 10 കോടിയോളം മമ്മൂട്ടിയുടെ റെമ്യൂണറേഷൻ കൂട്ടാതെ എന്നുള്ള ഒരു കാര്യത്തിലാണ് അത് വന്നിരിക്കുന്നത്. എന്തായാലും സിനിമയ്ക്ക് ആദ്യ ദിനം 15 കോടിക്ക് മുകളിലായിരുന്നു ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ വന്നത്. ട്രാക്കേഴ്സും ശരിവെച്ചിരിക്കുന്നു ആ ഒരു കളക്ഷൻ 15 കോടിക്ക് മുകളിൽ എന്നുള്ളത്. ഒഫീഷ്യലായി വന്നത് 15 കോടി 70 ലക്ഷം രൂപയോളമായിരുന്നു. ഇവിടെ നമുക്ക് ബബ്ബബ്ബ എന്ന മൾട്ടി സ്റ്റാറർ ദിലീപ് നായകനായി മോഹൻലാൽ സെക്കൻഡ് ഹാഫ് അഴിഞ്ഞാടിയ ചിത്രത്തിന് ഹെവി പോസിറ്റീവ് എക്സ്ട്രാ ഓർഡിനറി ചിത്രം എന്നുള്ള ആദ്യ ദിനത്തെ പേരിൽ ലഭിച്ചത് 15 കോടിക്ക് താഴെ എന്ന ട്രാക്കേഴ്സ് 14 കോടി 80 ലക്ഷം രൂപയ്ക്ക് അടുത്തും, അല്ലാതെ ഒഫീഷ്യലായി വന്നത് 15 കോടി 66 ലക്ഷം രൂപയും. ആദ്യ ദിനത്തിൽ തന്നെ ആ ഒരു ചെറിയ ചിത്രത്തിൻ്റെ കളക്ഷനൊപ്പം എത്താൻ ഈ ഒരു വമ്പൻ ചിത്രത്തിന് പറ്റിയില്ല എന്നുള്ളതാണ്. 2 സിനിമകളെ താരതമ്യം ചെയ്യുന്ന കാര്യമല്ല, ഒരു ഫെസ്റ്റീവ് സീസണിലെ സിനിമകളെ കമ്പയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. സിനിമയുടെ ബഡ്ജറ്റായി പുറത്തു വന്നിരിക്കുന്നത് 50 കോടിയോളം എന്നുള്ളതാണ്. വമ്പൻ താരനിര തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് സഹായമായിട്ടുള്ളത്. എന്നിരുന്നാലും സിനിമ തിയേറ്ററുകളിൽ എക്സ്ട്രാ ഷോസും അങ്ങനെ പൂരപ്പറമ്പാക്കുന്ന ഒരു കാര്യവും നമുക്ക് കാണാൻ കഴിഞ്ഞു. അത്രത്തോളം 600-ന് മുകളിലുള്ള ഹൗസ്ഫുൾ ഷോകൾ ആദ്യ ദിനം എത്തിയ ആ ഒരു ചിത്രം ഇവിടെ വിനായകനും മമ്മൂട്ടി പക്ക വില്ലനായി എത്തി എന്നുള്ള പ്രത്യേകതയുമായി വന്ന അഭിനയത്തിൻ്റെ ഒരു ഗംഭീര വേർഷനുമായി മമ്മൂട്ടി വന്നു എന്നുള്ളത് മാത്രമാണ് സിനിമയുടെ പ്രത്യേകത എന്നുള്ളത് നമുക്കറിയാം. 2ാം ദിനത്തിലേക്ക് കടന്നപ്പോൾ ഈ ഒരു മമ്മൂട്ടി ചിത്രത്തിന് 31 കോടി 20 ലക്ഷം രൂപയോളമാണ് ഒഫീഷ്യൽ കളക്ഷൻ വന്നത്. ട്രാക്കേഴ്സ് അത് ശരിവെച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് ബബ്ബബ്ബയുടെ 2ാം ദിനത്തെ കളക്ഷൻ ഇതുവരെ ഒഫീഷ്യൽ പുറത്ത് വന്നിട്ടില്ലെങ്കിലും ട്രാക്കേഴ്സ് പറയുന്നത് 24 കോടിയോളം എന്നുള്ളതാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 24 കോടി തൊട്ട് 27 കോടി വരെ വരും ഒഫീഷ്യൽ എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇനി 3ാം ദിനത്തെ കളക്ഷനിലേക്ക് ചെല്ലുകയാണെങ്കിൽ മമ്മൂട്ടി ചിത്രമായ കുഞ്ഞൻ ചിത്രം കളങ്കാവലിന് 40 കോടിക്ക് മുകളിലാണ് ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ വന്നത്. അതായത് 44 കോടി 15 ലക്ഷം രൂപയോളം. 3 ദിനങ്ങൾ കൊണ്ട് സിനിമ ആ റേഞ്ചിലെത്തി. 4ാം ദിനം കൊണ്ട് സിനിമ 49.5 കോടി എത്തി. ഇനി നമുക്ക് ഈ ഒരു ചിത്രത്തിൻ്റെ ബബ്ബബ്ബയുടെ 3ാം ദിനത്തെ കളക്ഷനിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് സിനിമ 10 കോടിക്ക് അല്ലെങ്കിൽ 12 കോടിയോളം എത്തുമെന്നുള്ളതാണ്. എന്തായാലും ആദ്യ 2 ദിനത്തെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ അതിഗംഭീരവും അല്ലെങ്കിൽ രാജാവ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. കാരണം വേറെ ഒന്നുമല്ല, സിനിമയുടെ പ്രത്യേകത തന്നെയാണ്. പ്രത്യേകിച്ച് ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ചിത്രമല്ല, ഒരു ഓഫ് ബീറ്റ് മോഡിൽ വന്ന ചിത്രം. പക്ഷേ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്, മമ്മൂട്ടിയുടെ പ്രകടനം, ഒപ്പം സിനിമയ്ക്ക് ഹെവി പോസിറ്റീവ്. ഇത് എല്ലാം തന്നെ നമുക്ക് പറയാനുണ്ട്. ബബ്ബബ്ബയും ഹെവി പോസിറ്റീവിൽ തന്നെയാണ് തിയേറ്ററുകളിൽ കളം നിറഞ്ഞാടുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം, കളങ്കാവിൽ തന്നെ രാജാവാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ രാജാവായിരിക്കുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ മോഹൻലാലും ദിലീപും അരങ്ങുവാണ ഈ ഒരു ചിത്രം 2ാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ബബ്ബബ്ബ ഈ പറഞ്ഞ കളങ്കാവലിന് മുകളിലേക്ക് എത്തി 100 കോടി തൂക്കുമെന്നുള്ളതാണ്. ഇവിടെ 80 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. കളങ്കാവലിന് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.